അട്ടപ്പാടിയുടെ ഏത് ഭാഗത്ത് പോയി നോക്കിയാലും വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. ഇതുവരെ കാണാത്ത ഏതെങ്കിലും സ്ഥലങ്ങൾ കാണണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണാർക്കാട് നിന്നും നമ്മൾ ആനക്കട്ടി റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തെങ്കര കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അട്ടപ്പാടി മലനിരകൾ ദൃശ്യമായി തുടങ്ങും. ഇവിടെ നിന്നും ആനമൂളി എന്ന സ്ഥലത്തെത്തി അവിടെ നിന്നാണ് അട്ടപ്പാടിയുടെ ചുരം റോഡ് ആരംഭിക്കുന്നത്. വളരെ വിസ്തൃതമായ ഒരു പ്രദേശമായതിനാൽ അട്ടപ്പാടിയിലേക്ക് എത്ര യാത്ര ചെയ്താലും നമുക്ക് അവിടെ മുഴുവൻ കണ്ടു തീർക്കാൻ വളരെയധികം കാലം വേണ്ടിവരും. ഏകദേശം 735 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി. പുതൂർ, ഷോളയൂർ, അഗളി എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് അട്ടപ്പാടി. അട്ടപ്പാടി എന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലം നമുക്ക് പ്രത്യേകമായി കാണാൻ കഴിയില്ല. ഈ 3 പഞ്ചായത്തുകളും കൂടെ കൂടിയ സ്ഥലത്തിനാണ് പൊതുവെ അട്ടപ്പാടി എന്ന് പറഞ്ഞു വരുന്നത്. അട്ടപ്പാടി ചുരത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ചുരം റോഡിൽ കൂടിയുള്ള യാത്ര ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ വിശദമായി അത് കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ചുരം റോഡിലെ ഏറ്റവും മുകളിലുള്ള ഹെയർപിൻ ബെൻഡ് ആണ് ഈ കാണുന്നത്. കൂടാതെ ഇതൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് മുക്കാലി എന്ന സ്ഥലത്താണ്. മുക്കാലിയിൽ നിന്ന് നേരെ അഗളി റോഡിൽ കൂടി കുറച്ച് ദൂരം യാത്ര ചെയ്ത് കാവണ്ടിക്കൽ എന്ന സ്ഥലം വരെയാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട 1-2 രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാവണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കാവണ്ടിക്കൽ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്താണ് ബിജുമേനോൻ JCB ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുന്ന ആ വീടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ജംഗ്ഷനിൽ വെച്ചിട്ടാണ് പൃഥ്വിരാജിനെ മദ്യക്കുപ്പികളോടുകൂടി അറസ്റ്റ് ചെയ്യുന്ന രംഗം ചിത്രീകരിച്ചത്. ആ പോസ്റ്റ് നിങ്ങൾക്ക് ആ സീനിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടുന്ന് നേരെ കുറച്ചുകൂടി മുമ്പോട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു താഴ്വര നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ അതൊക്കെ മുമ്പ് പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ വീണ്ടും കാണിക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് നേരെ തിരികെ മണ്ണാർക്കാട് റോഡിൽ കൂടി തന്നെ യാത്ര ചെയ്യുകയാണ്. ഈ മണ്ണാർക്കാട് റോഡിൽ കൂടി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്ലാമരം എന്നൊരു സ്റ്റോപ്പ് കാണുവാൻ സാധിക്കും. ഒരു ആൽമരം ഒക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാമരത്ത് നിന്നും വലത്തോട്ടുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ തിരിഞ്ഞു പോകാൻ പോകുന്നത്. ഈ റോഡിൽ കൂടി കുറച്ച് ദൂരം യാത്ര ചെയ്ത ശേഷം നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്നില്ല. നരസിമുക്കിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണുവാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റോഡിൽ കൂടിയുള്ള യാത്ര എപ്പോഴും വളരെ മനോഹരമായ ഒന്നാണ്. ദൂരെ ആ കാണുന്നത് മല്ലീശ്വരൻ മുടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം വിൻഡ് മില്ലുകളും അതുപോലെ ഈ റോഡിൻ്റെ വലതുഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന ഒരു താഴ്വരയും കാണുവാൻ സാധിക്കും. ആ താഴ്വരയിൽ വളരെ ദൂരത്തായി ചെറിയ ചെറിയ മലനിരകളും അതുപോലെ വിൻമില്ലുകളും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ വിൻഡ് മില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിൻമില്ലുകളാണ് ഇവയൊക്കെ. നല്ല കാറ്റുള്ള ഒരു പ്രദേശമായതിനാൽ എപ്പോഴും ഇവിടെ നിന്നും ഇങ്ങനെ വിൻമില്ലുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. വളരെയധികം ജനവാസമുള്ള ഒരു മേഖലയൊന്നുമല്ല ഇത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളും ഒക്കെ നമുക്ക് കാണാം. യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള റോഡല്ല. 2 വീലറാണെങ്കിലും കാറാണെങ്കിലും നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടി കഴിയും.
ഈ റോഡിൽ നിന്നും ഈ വലത്തേക്ക് കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് താവളം റോഡിൽ കൂടി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ യാത്ര ചെയ്യാത്ത ഒരു റോഡാണ് അത്. അതുകൊണ്ട് എന്തെങ്കിലും പുതുമയുള്ള കാഴ്ചകൾ ലഭ്യമാകും എന്ന ഒരു ചിന്തയിലാണ് ഈ റോഡ് തിരഞ്ഞെടുത്തത്. എന്തായാലും അതിലെയുള്ള യാത്ര വെറുതെയായി. ഒരു ഭാഗത്തായി മലനിരകളും താഴ്വരകളും എല്ലാം കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലെ തോന്നുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി നോക്കി. അവിടെ നിന്നും ആ താഴെ കാണുന്നത് ഭവാനിപ്പുഴ ഒഴുകി വരുന്നതാണ്. ആ പുഴയുടെ അപ്പുറത്തെ കരയിൽ കൂടി ഒരു റോഡ് വരുന്നുണ്ട്. കോട്ടത്തറയിൽ നിന്നും പുതൂർക്കുള്ള റോഡ് വഴി യാത്ര ചെയ്താൽ ആലമരം എന്ന ഒരു സ്ഥലത്തുണ്ട്. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു വരുന്ന റോഡ് ഈ പുഴയുടെ അക്കര വഴിയാണ് വരുന്നത്. ആ റോഡ് താവളം എന്ന സ്ഥലത്താണ് പോയി ചേരുന്നത്. അതായത് നമ്മൾ മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ പാലൂർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ താവളം സ്റ്റോപ്പിലാണ് ആ റോഡ് എത്തിച്ചേരുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്ക് വളരെയധികം സമയം ചെലവഴിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. ജനങ്ങളുടെ തിരക്കൊന്നുമില്ലാതെ നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെലവഴിക്കും. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന താഴ്വരകളും ദൂരെയായി കാണുന്ന മലനിരകളും എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ദൂരെയായി കാണുന്ന കെട്ടിടം പുതൂർ പോലീസ് സ്റ്റേഷൻ്റെ ആണെന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത്. പുഴയുടെ അക്കരക്കൂടിയുള്ള റോഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ഈ റോഡ് നേരെ ചെന്ന് ചേരുന്നത് താവളം എന്ന സ്ഥലത്താണ്. അതായത് നമ്മൾ മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ ആദ്യത്തെ താവളം സ്റ്റോപ്പ് പാലൂർ റോഡ് തിരിയുന്ന ആ താവളം സ്റ്റോപ്പിൽ നിന്നും വീണ്ടും അഗളി ഭാഗത്തേക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ പഴയ ഒരു താവളം ചന്ത എന്നൊരു സ്റ്റോപ്പുണ്ട്. ആ ഭാഗത്ത് നിന്നും ഇടത്തോട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ താവളത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദൂരെയായി കാണുന്നതാണ് മല്ലീശ്വരൻ നദി. പോണ വഴി കണ്ട ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായി തോന്നിയതുകൊണ്ട് അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. പാറക്കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മിതിയാണ്. മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഒരു രൂപം മനോഹരമായി ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും അവിടെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം അസ്തമയം ആവാനായതുകൊണ്ട് തന്നെ വെയിലിന് ഒട്ടും ചൂടില്ല. നമ്മൾ ഈ മല്ലീശ്വരൻ മുടിയെ പറ്റിയാണ് പറഞ്ഞത്. അട്ടപ്പാടിയുടെ ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും കാണുന്ന ഒരു കൊടുമുടിയാണ് ഈ മല്ലീശ്വരൻ മുടി. ശിവരാത്രിക്ക് ഈ മല്ലീശ്വരൻ മുടിയുടെ മുകളിൽ ദീപം കൊടുക്കുന്നതോടെയാണ് ചെമ്മണ്ണൂരുള്ള മല്ലീശ്വരൻ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അട്ടപ്പാടിയിലെ കരുവാര എന്ന ഊരുകാർക്ക് മാത്രമാണ് ഈ മല്ലീശ്വരൻ മുടി ദൃശ്യമാകാത്തത് എന്ന് ആണ് കേട്ടിട്ടുള്ളത്. ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പൊന്നി എന്ന നോവൽ വായിച്ചാൽ നമുക്ക് അട്ടപ്പാടിയുടെ ഒരു പഴയകാല രൂപം മനസ്സിലാവും. അതിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ മല്ലീശ്വരൻ മുടി നമുക്ക് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിൽ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി നമ്മൾ തിരികെ പോകുമ്പോൾ ഇതിൻ്റെ ഏകദേശം അടുത്തു കൂടിയാണ് മണ്ണാർക്കാടേക്ക് യാത്ര ചെയ്യുക. ചെമ്മണ്ണൂരുള്ള മല്ലീശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും ഉള്ള വ്യൂ അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഇടത്തോട്ട് കാണുന്ന ചെരുവിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഈ കൊടുമുടി കാണുന്നത്.
വീണ്ടും ഒരു വ്യൂ പോയിൻ്റ് പോലെ തോന്നിയ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഭവാനിപ്പുഴയിലെ വെള്ളമൊക്കെ കാണാം. ആ പച്ച നിറത്തിൽ റോഡ് പോലെ കാണുന്നതും പുഴയുടെ ഒരു ഭാഗം തന്നെയാണ്. മഴക്കാലത്ത് ഈ പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് വളരെയധികം ശബ്ദത്തോടു കൂടി ഒഴുകുന്ന ഒന്നാണ്. കിഴക്കോട്ടൊഴുകുന്ന പുഴ എന്നൊരു പ്രത്യേകതയും ഭവാനിപ്പുഴയ്ക്കുണ്ട്. പുഴയുടെ അക്കരെയൊക്കെ ഇഷ്ടംപോലെ കൃഷിസ്ഥലങ്ങളാണ് കാണുന്നത്. വാഴക്കൃഷിയും അതുപോലെ തെങ്ങും തോട്ടങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വശത്ത് ഉയർന്ന ഒരു തിട്ടും അതിൻ്റെ താഴെ കൂടി പോകുന്ന റോഡുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തുകൂടി ഒത്തിരി വണ്ടികളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. മിക്കവാറും ഒക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ എന്തൊക്കെയോ വീണ്ടും കാണാനുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. വീണ്ടും അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഏകദേശം വൈകുന്നേരമായി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ വളരെ കുറവുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നട്ടുച്ച നേരത്തൊക്കെ വരാതെ ഉച്ചയ്ക്ക് ശേഷം വരികയായിരിക്കും നല്ലത്. ഒന്നുകിൽ നമ്മൾ നേരെ പരാമരം വഴി പോയിട്ട് നരസിമുക്ക് വ്യൂ പോയിൻ്റൊക്കെ കണ്ട്, ആ നരസിമുക്ക് വ്യൂ പോയിൻറ്റിലും തണലൊക്കെ ചെറുതായിട്ട് തണലൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്കവിടെ വലിയ ചൂടൊന്നും അനുഭവപ്പെടില്ല. കാരണം അവിടെ നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ് നരസിമുക്ക് വ്യൂ പോയിൻ്റ്. അപ്പോൾ അവിടെ ഒക്കെ കണ്ട് അതിന് ശേഷം പിന്നീട് നമുക്ക് ഈ റോഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യായിരിക്കും നന്നാവാൻ പോകുന്നത്. ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ച് എനിക്ക് വർക്ക് നടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. കൂടാതെ പണി പൂർത്തിയായി വരുന്ന ചില റിസോർട്ടുകളും ഈ ഭാഗത്ത് കാണാൻ കഴിഞ്ഞു. വൈകുന്നേരമായതുകൊണ്ട് തന്നെ അസ്തമയത്തിൻ്റെ ഒരു ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തി കുറേ ആൾക്കാരുടെ ശബ്ദവും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ നിർത്തി ഇറങ്ങി നോക്കിയപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണതെന്ന് മനസ്സിലായി. ഇവിടെ പരിസരത്ത് മാലിന്യങ്ങൾ ഒന്നും നിക്ഷേപിക്കരുത് എന്നുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ പല ഭാഗത്ത് പോകുമ്പോഴും കാണാൻ സാധിക്കുക പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം.
വളരെ പരന്ന് വിശാലമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. നിറയെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും വന്ന വളരെയധികം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. എല്ലാവരും തമിഴൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ആർത്തുല്ലസിച്ച് കഴിയുന്നു. കുട്ടികളൊക്കെ വെള്ളത്തിൽ കൂടി ഇറങ്ങി നടക്കുന്നുണ്ട്. വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും. എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കുട്ടികളെ ഇതിലേക്കൊക്കെ ഇറക്കാൻ. കാരണം വഴുക്കലുള്ള പാറകളൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഈ പാറകളിലൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല പരിക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം മുട്ടിന് മുകളിലുള്ള വെള്ളം ഇവിടെയൊക്കെ ഉണ്ട്. പുഴയുടെ മറുകരയിൽ ചെറിയ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. തെങ്ങിൻ തോട്ടങ്ങളും ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഇതേപോലുള്ള പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളൊക്കെ നമ്മൾ പുഴയിൽ ഒഴുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലും കുപ്പിയും ഭക്ഷണ പദാർത്ഥത്തിൽ പൊതിഞ്ഞുകൊണ്ടിരുന്ന കടലാസുകളും ഒക്കെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ സ്വയം ഒരു തീരുമാനമെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഈ പുഴയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. നല്ല സ്ഫടികം പോലെയുള്ള ജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശബ്ദവും എല്ലാം കൊണ്ട് നമുക്കൊരു പ്രത്യേക ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. പുഴയുടെ ഒരു വശത്തായിട്ട് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന പുൽപ്പരപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് വളരെയധികം സമയം ചെലവഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള തെരുവ് നായ്ക്കളൊക്കെ ഇവിടെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അതിൻ്റെ കടിയേൽക്കാതൊക്കെ നമ്മൾ കുറേ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്നാൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെയൊന്നും കണ്ടില്ല. ഒക്കെ ശാന്തമായി ഇങ്ങനെ നടന്നു പോകുന്നതാണ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ ഈ ഭാഗത്തു കൂടി നേരെ യാത്ര ചെയ്താൽ എത്തുന്നത് താവളം എന്ന സ്ഥലത്തേക്കാണ്. അതായത് താവളം ചന്ത എന്ന സ്റ്റോപ്പിൻ്റെ അവിടേക്കാണ് എത്തുക. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മണ്ണാർക്കാട്ടേക്കും ഇടത്തോട്ട് തിരിഞ്ഞാൽ അഗളിയിലേക്കുമാണ്. പോകുന്ന വഴിക്ക് ചില വീട്ടുവളപ്പൊക്കെ കണ്ടു. അതൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇവിടെ ആനയും അതുപോലെ വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലം ആണെന്നാണ് അത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പുഴയുടെ സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കൃഷികളൊക്കെ വളരെ നല്ല രീതിയിൽ നടത്താൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ നല്ല മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ചെമ്മണ്ണൂർ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അട്ടപ്പാടിയിലെ പ്രസിദ്ധമായ മല്ലേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് ശിവരാത്രിക്ക് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട മല്ലീശ്വരൻ മുടിയുടെ ആ ഇടതുഭാഗത്തേക്ക് കണ്ട ചെരുവിലാണ് നമ്മളിപ്പോൾ, അതിനടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്.
ഈ അമ്പലത്തിൽ നിന്നുമാണ് മലപൂജാരിമാർ വ്രതം ഒക്കെ എടുത്ത് ശിവരാത്രി ദിവസം ഈ മല കയറി ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ദീപം കൊളുത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ മല്ലീശ്വരൻ മുടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വളരെ അടുത്താണ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ താഴെ ഭാഗത്തുകൂടി ഭവാനിപ്പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ ചെന്ന് നമുക്ക് പുഴയിലേക്കാണ് ഇറങ്ങാൻ കഴിയുക. താഴെയായി കാണുന്നത് ഭവാനിപ്പുഴയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെമ്മണ്ണൂരിൽ നിന്നും അങ്ങനെ മണ്ണാർക്കാടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ എത്തിച്ചേർന്ന സ്ഥലം മുക്കാലി എന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് സൈലന്റ് വാലിയിലേക്കുള്ള റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അട്ടപ്പാടിയിലെ കാഴ്ചകൾ ഒരിക്കലും കണ്ടു തീരില്ല എന്നാണ് തോന്നുന്നത്. കാരണം വ്യത്യസ്തമായ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഇനിയും കാണുവാനുണ്ട്. വീണ്ടും പുതിയ ഒരു സ്ഥലത്തേക്കുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇനിയും വരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ തിരിച്ച് ചുരമിറങ്ങി മണ്ണാർക്കാടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും വ്യത്യസ്തമായ അട്ടപ്പാടിയിലെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുക്കുക.